സ്വന്തം മകനെ പൂട്ടിയിട്ട അപ്പൻ. ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് വിയറ്റ്നാം. അവിടെ തലസ്ഥാനമായ ഹാനോയിൽ എത്തുന്നവർ മിക്കവരും കാണാൻ പോകുന്ന സ്ഥലമാണ് ഹാലോങ് ബേ. ചുരുങ്ങിയ കാലം കൊണ്ടാണ് അവിടം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയത്. മരതക നിറമുള്ള ഉൾക്കടലുകൾ, അതിനുമീതെ ഉയർന്നു നിൽക്കുന്ന ചുണ്ണാമ്പ് മലകൾ. ഒരിക്കൽ ഗൂഗിളിൻ്റെ കവർ പേജ് ആയിരുന്നു ഇവിടുത്തെ ചില ചിത്രങ്ങൾ. പല ഇംഗ്ലീഷ് സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഹാനോയിൽ നിന്ന് 170 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ദിവസേന 100 കണക്കിന് ബസ്സുകളാണ് ഇങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകളെ എത്തിക്കാറുള്ളത്. യാത്രക്കിടയിൽ ഇവിടെ ഒരു ബ്രേക്കാണ്. പേൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അവസാനം അതിൽ നിർമ്മിച്ച ആഭരണങ്ങളുടെ വിൽപ്പനയും. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് ധാരാളം നിർമ്മാണശാലകളുണ്ട്. ഈ ബിൽഡിംഗ് കടന്നാണ് ബോട്ടിലേക്ക് കയറേണ്ടത്. വിശാലമായൊരു ഏരിയ. അങ്ങനെ ഒരു വിശ്രമത്തിന് ശേഷമാണ് ബോട്ടിൽ കയറാനുള്ള സ്ഥലത്തെത്തുക. നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ടുമായി താരതമ്യം ചെയ്യാൻ വയ്യ. അങ്ങനെ ബോട്ടിൽ കടൽക്കാറ്റൊക്കെ ഏറ്റ് ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ കാഴ്ച കണ്ടത്. ആദ്യം ആ ദമ്പതികളെ വല്ലാതെ അങ്ങ് വെറുത്തുപോയി. പട്ടിയെ പൂട്ടിയിട്ട പോലെ ഒരു ബെൽറ്റ് കുട്ടിക്കിട്ടിരിക്കുന്നു. പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ആ കുസൃതിക്കുട്ടനെ അങ്ങനെ സ്വതന്ത്രമായി വിട്ടിരുന്നെങ്കിലോ. ചുറ്റും കടൽ. എനിക്കവരോട് ബഹുമാനമാണ് തോന്നിയത്. യൂറോപ്യൻ സംസ്കാരത്തിനെതിരായി 2 കുട്ടികൾ. അതിൻ്റെ പേരിൽ അവരുടെ ജീവിതാസ്വാദനം അവർ വേണ്ടെന്ന് വെച്ചിട്ടില്ല. അപ്പോൾ ആ കുട്ടികളുടെ സംരക്ഷണത്തിന് ഒരു സുരക്ഷാ കവചം ഒരുക്കുന്നതിൽ ഒരു തെറ്റും തോന്നിയില്ല. അവരുടെ പിറകെ നടന്ന് ധാരാളം വീഡിയോകൾ എടുത്തു. ഒരു സമയത്ത് ആ കൊച്ചു കുഞ്ഞിനെ കടൽ തീരത്തെ മണലിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു. നമ്മളാണെങ്കിലോ ചെരുപ്പിടാതെ മുറ്റത്തേക്ക് പോലും ഇറക്കുകയില്ല. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം പഠിപ്പിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. കുട്ടികളുണ്ടെന്ന് കരുതി നിങ്ങളുടെ സന്തോഷം മാറ്റിവെക്കണോ? പോകേണ്ടടുത്ത് പോവുക, കാണേണ്ടത് കാണുക. എന്തിനും ഒരു സൊല്യൂഷനുണ്ട്. അന്വേഷിക്കണമെന്ന് മാത്രം.